കുറച്ച് സാരീസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സാരികളുടെ വീഡിയോ നമ്മൾ റെഗുലറായിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഒരു ഹെൽത്തൊക്കെ നോക്കിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇന്നും കുറച്ചൊരു പാർട്ടി വെയർ കൺസെപ്റ്റിലുള്ള സാരീസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സെമി സിൽക്ക് ടൈപ്പിൽ കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു ടൈപ്പിൽ. അപ്പോൾ ഇതിൽ നമുക്ക് ഗിച്ച വീവിങ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ വെറൈറ്റീസ് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ പിടിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ ഇത് കണ്ടോ. അപ്പോൾ ഇതിൽ ഈ ഗിച്ച വീവിങ് പാറ്റേണിൽ വരുന്നതുകൊണ്ട് ആ ത്രെഡിൻ്റെ ജോയിൻറ്റുകളാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം ആദ്യം എടുത്തു എന്ന് പറയുന്നത്, ആദ്യം എടുത്ത് കാണിക്കുകയാണ് ഈ ഒരു പാറ്റേൺ. അപ്പോൾ അതൊന്നും ഡിഫക്റ്റ് അല്ല കേട്ടോ, അതങ്ങനെ അതുകൊണ്ടാണ് അത് ആദ്യം തന്നെ എന്ന് പറയുന്നത്. ആ ഒരു പാറ്റേൺ ത്രെഡ് ജോയിൻറ്റുകൾ വരുന്നതാണ് ആ ഭാഗത്ത്. അപ്പോൾ ആ ഒരു ടൈപ്പിൽ സെമി സിൽക്ക് പാറ്റേണിൽ പാർട്ടി വെയർ ആയിട്ടുള്ള സാരീസ് ഉണ്ട്. രണ്ട് ടൈപ്പ് അതിൽ ഓരോന്നിലും ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ കാഷ്വൽ വെയർ ആയ സാരീസിന് ഒരുപാട് എൻക്വയറി ഉണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ വോളിയം ചെയ്യണം. അപ്പോൾ അത്രയും ഒരു വീഡിയോ ചെയ്യാൻ മാത്രം അങ്ങ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും അതും വരും. അപ്പോൾ നമുക്ക് തുടക്കം എന്ന രീതിയിൽ നമ്മളിപ്പോൾ കുറച്ച് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ടൈപ്പാണ്. അപ്പോൾ പാർട്ടി വെയർ സാരികൾക്കായിട്ടും ഇത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ്, ഫംഗ്ഷനുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കതിൽ ഓരോന്നായിട്ട് കാണാം. അതിനു മുമ്പ് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബുലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ 3 നമ്പർ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് സാരി ഇതാ വരുന്നു. ഇങ്ങനെ നമ്മളൊരു ലൈറ്റ് പീച്ച് എന്നൊക്കെ പറയാവുന്നൊരു കളറിൽ ഇതാ ഇങ്ങനെ, ഇതാണ് സാരിയുടെ ലുക്ക് വരുന്നത്. ഇങ്ങനെ പല്ലു ഇതാ ഇങ്ങനെ വരുന്നു. സ്കാലപ്പ് ചെയ്ത ഒരു എൻഡിങ്സ്, ഒരു നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് എംബ്രോയിഡറിയോട് കൂടി ഇങ്ങനെ വരുന്നു. വൺ സൈഡാണ് കേട്ടോ വർക്ക് വരുന്നത്. അപ്പോൾ നമ്മളത് വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും അതിൻ്റെ ലുക്ക്. ഇങ്ങനെ 5.5 മീറ്റേഴ്സ് സാരി ലെങ്ത്ത് വരുന്നുണ്ട്. 1 മീറ്റർ ബ്ലൗസും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്ലൗസിനെ ഒന്ന് ക്ലിയറായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇങ്ങനെ ഒരു ഫ്രീ സ്റ്റൈലിൽ കാണിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു പോർഷനാണ് ബ്ലൗസ് വരുന്നത്. ഇങ്ങനെ വരും ത്രെഡ്. അപ്പോൾ 1 മീറ്റർ ഈ ബ്ലൗസ് കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് സാരി 6.5 മീറ്റേഴ്സ് ഉണ്ട്, 6.5 മീറ്റർ കിട്ടും. ഒരു ഭംഗിയുള്ള ഒരു പേസ്റ്റൽ പീച്ച് എന്നൊക്കെ പറയാവുന്ന കളറിൽ ഇങ്ങനെ വരുന്നു. സാരിയുടെ ലുക്ക് വരുന്നത് ഇങ്ങനെ 2390. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു സാരിയുടെ ലുക്ക്. ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ്, ഇങ്ങനെ വരും. ആ സെയിം ടോണിൽ തന്നെ ബുട്ടീസ് ഇങ്ങനെ വരുന്നു. അതൊരു ചെറിയൊരു ത്രെഡ് വർക്ക് പോലെ വരുന്നത്. ബോഡി പോർഷനിൽ വരുന്നത് പ്രിൻ്റാണ് കേട്ടോ. ഇങ്ങനെ വരും. കുറച്ചുകൂടെ ഒന്ന് ഇങ്ങനെ കറക്റ്റ് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ വരും. പല്ലു ഇങ്ങനെ വരുന്നു. ബോർഡറായിട്ട് ത്രെഡ് വർക്ക് ഇത് അങ്ങനെ വരുന്നു. അപ്പോൾ പേസ്റ്റൽ ചാർട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണിത്. ഇങ്ങനെ വരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ ലുക്ക് വരുന്ന ഇങ്ങനെ 2390, 2390 രൂപ. ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഇത് ഡ്രൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സ്റ്റിഫായിട്ട് നിൽക്കുന്ന, നല്ല എന്നുവെച്ചാൽ വല്ലാതെ ഒരു പട്ടി പോലെ നിൽക്കുന്നതല്ല, പ്ലേറ്റ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ നീറ്റായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് കളറ് ഇങ്ങനെ വരുന്നു. നമ്മളൊരു ലൈറ്റ് മോവ് കളർന്നോ അല്ലെങ്കിൽ ലൈറ്റ് ഒനിയൻ പിങ്ക് എന്നൊക്കെ പറയാവുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ കളറ്. ഇങ്ങനെയാണ് അതിൻ്റെ പല്ല് വരുന്നത്. ഇങ്ങനെ ഈ സ്കാലപ്പ് ചെയ്ത ഈ എൻഡിങ്സ് നമുക്കിത് ഇങ്ങനെ ചുറ്റി വരുമ്പോൾ ഇവിടെ പ്ലേറ്റ്സിൻ്റെ അവിടെ വരെ കിട്ടും കേട്ടോ. ഇത് വൺ സൈഡിൽ ഇത് എങ്ങനെ വരുന്നത് ഇങ്ങനെ വരുന്നു. ഞാൻ ആ ഗിച്ച വീവിങ് എന്ന് പറഞ്ഞ ആ ഒരു പാറ്റേൺ കാണിച്ചു തരാം. അതാ ഇങ്ങനെയാണ് വരിക. നമ്മൾ സാരി ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പാറ്റേണിലാണ് ഇങ്ങനെ വരുന്നത്. ഇത് നമ്മൾ കാണുന്ന ബ്ലൗസ് പീസിൻ്റെ പോർഷനാണ്. പല്ല് വരുന്നത് ഇങ്ങനെ ബോർഡറോട് കൂടി. അപ്പോൾ ഒരു സാരിയുടെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെ 2390, 2390 റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് സാരീസൊക്കെ നമ്മൾ സെമി സിൽക്കിൽ വരുന്നത് നോർമൽ വാഷ് എന്നൊക്കെ പറയാറുണ്ട്, വാഷബിൾ എന്നാണ് പറയാറ്. പക്ഷേ നമ്മളൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് വാഷ് എന്തായാലും ഒന്ന് ഡ്രൈ വാഷ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അത് നോർമൽ വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഷൈനിങ്, ആ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ നമ്മളൊരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ 1-2 വാഷ് നമ്മൾ നോർമലി ഒന്ന് ഉണക്കിയൊക്കെ ഒന്ന് വേറെ ഡ്രൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 പ്രാവശ്യമൊക്കെ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഡ്രൈ വാഷ് ചെയ്താൽ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മളതിൻ്റെ ബ്ലൗസ് വാഷ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ഓരോ സാരിയുടെയും. അപ്പോൾ സെമി സിൽക്കിൽ ഏത് സാരി പറയുമ്പോഴും വാഷബിൾ എന്ന് പറയുമ്പോഴും നമ്മളത് ഫസ്റ്റ് ഒന്ന് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വരുന്നത് ഫസ്റ്റ് ലുക്ക് 2390. ഈ ടൈപ്പിൽ ലാസ്റ്റ് കളർ ഇതാ ഇങ്ങനെ വരുന്നു. നമ്മളൊരു
സഫയർ ഗ്രീൻ കളർ എന്നൊക്കെ പറയാവുന്ന ആ ഒരു കളറിൽ ഇങ്ങനെ വരുന്നു. സാരീൻ്റെ പല്ല് വരുന്നത് ഇങ്ങനെ, സെയിം ഡിസൈൻ, നല്ലൊരു ബ്യൂട്ടിഫുൾ കളറിൽ. അപ്പോൾ ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് നോക്കി സെലക്ട് ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെ വരും സാരിയുടെ ഒരു ഫുൾ ലുക്ക്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ 2390. ഇങ്ങനെയാണ് സാരിയുടെ ഫുൾ വ്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈപ്പ് ചെയ്യുമ്പോൾ അതാ ഇങ്ങനെ വരും. നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ഉണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ സാരി, മട്ക സിൽക്ക്, സെമി മട്ക സിൽക്കാണ് കേട്ടോ, പ്യുവർ ആയിരിക്കില്ല അതിൽ വരുന്നു. പക്ഷേ ഡ്രൈ വാഷ് ആണ് കേട്ടോ കമ്പനി പറയുന്നത്. അതാ ഇങ്ങനെ വരുന്നു ആ സാരിയുടെ ഒരു ഫുൾ വ്യൂ. നമ്മൾ ആ ഒരു ബ്യൂട്ടിഫുൾ കളറില്ലേ, നമുക്ക് അത്യാവശ്യം നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡിൽ തന്നെ ആ ഒരു ലൈറ്റ് ചിക്കു കളറായിട്ട് വരുന്ന ആ ഒരു ഭംഗിയുള്ള കളറ്, ഇപ്പോഴത്തെ ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിലൊക്കെ നമുക്ക് പറ്റുന്ന സാരി ഇങ്ങനെ വരുന്നു. അതിൻ്റെ ഫുൾ വ്യൂ. ഇതിൽ വന്നിരിക്കുന്നത് മൊത്തം ഒരു ത്രെഡ് വർക്കാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നു. ഇങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് വരുമ്പോൾ ഇതിങ്ങനെ വരും. 1710, 1710 വരുന്നത്. റണ്ണിങ് ബ്ലൗസ് പീസാണ് വരുന്നത്, സെയിം കളറിൽ ഇങ്ങനെ വരും. അതിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഹൈനെക്കൊക്കെ വെച്ചിട്ട് ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. ഒരു പാർട്ടി വെയർ ലുക്ക് തന്നെ തരുന്ന ഒരു സാരി. അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെ. ഈ സെമി മട്ക സിൽക്കിൽ വരുന്ന സാരീസ് ഓരോന്നും ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ്, ഇപ്പോൾ ഈ ഒരു കളറിൽ ഇതൊരു യുണീക്ക് പീസാണ്. ഈ ഒരു കളറിൽ ഈ ഒരു ഡിസൈനിൽ ഉണ്ടാവുള്ളൂ. നമ്മളൊരു പർപ്പിളിലേക്ക് ഡാർക്ക് ബർഗണ്ടിയുടെയും പർപ്പിളിൻ്റെയും കൂടെ ഇടയിൽ വരുന്നത്. അതിൻ്റെ ഇത് കണ്ടോ, ബോർഡർ പോർഷനിൽ 2 സൈഡ് ബോർഡർ വന്നിട്ടുണ്ട്. നല്ല ത്രെഡ് വർക്ക്. 1710, 1710 രൂപയ്ക്ക് ശരിക്കും ഒരു നല്ലൊരു പാർട്ടി വെയർ സാരി എന്ന് തന്നെ പറയാം, എൻഡിൽ ടസൽസോട് കൂടി. അപ്പോൾ ഓരോരുത്തരുടെയും കളർ ചോയ്സ്, ഡിസൈൻ ഏതാണോ നോക്കി അത് ഇഷ്ടമുള്ളതുപോലെ വാങ്ങിച്ചോളൂ. ഇങ്ങനെ വരും. റണ്ണിങ് ബ്ലൗസ് പീസ് തന്നെയാണ് വരുന്നത്. ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെ വരും. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളത് കൊണ്ടേ ബ്ലൗസ് പീസ് കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇങ്ങനെ വരുന്നു. ഇതിനൊക്കെ വിഡ്ത്തും വരുന്നത് 45 ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഉണ്ടോ ഡ്രേപ്പ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റുള്ളവർക്കാണെങ്കിലും നന്നായി ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണിത്. ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെ 1710. അടുത്ത സാരി ഇതാ, അടുത്ത ബ്യൂട്ടിഫുൾ കളറ്. നമ്മളെന്താ ഒരു വാഴക്കൂമ്പിൻ്റെ കളറ് പറയില്ലേ, ആ തളിരില വരുന്ന ആ ഒരു കളറിൽ നല്ല ഭംഗിയുള്ള സാരി. അതിൻ്റെ ഇത് കണ്ടു, ബോർഡർ പോർഷനിൽ ഈ ഒരു വർക്ക്. ഇതെല്ലാം ഓരോ യുണീക്ക് പീസസാണ് കേട്ടോ, മിസ്സാക്കണ്ട. ഇങ്ങനെ വരുന്നു പല്ലു കുറച്ചുകൂടെ കയറ്റി വെച്ചിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ വരുന്നു പല്ല് വരുന്നത് ഇങ്ങനെ നല്ല ഭംഗി. പേസ്റ്റൽ ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കളക്ഷൻസ്. ഞാനിപ്പോൾ പറഞ്ഞു ഇതെനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇതെല്ലാം ഒന്ന് വെയർ ചെയ്തിട്ട് നല്ലൊരു ടീച്ചറായിട്ട് പോകാൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ തൽക്കാലം പക്ഷേ ഇപ്പോൾ ക്യാമറമാൻ പറഞ്ഞത് തൽക്കാലം ഈ ജോലി ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ചാൻസ് കിട്ടുന്നവർ മിസ്സാക്കണ്ട കേട്ടോ. ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ളൊരു സാരി. 1710, 1710. സെമി മട്ക സിൽക്കിലാണ് വരുന്നത്. മട്ക സിൽക്ക് ഡ്രൈ വാഷ് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ വരുന്നു. അപ്പോൾ അതിൻ്റെ ഭംഗിയുണ്ടോ വർക്ക്. താഴേക്ക് പ്ലീറ്റ്സിൻ്റെ അവിടെ വരുമ്പോൾ താഴെ മാത്രം വർക്ക് വരും. ഇവിടെ മുകളിലേക്ക് വരുമ്പോൾ അതങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് വർക്കും വരുന്നു. ഇങ്ങനെ വരുന്നു 1710. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിൽ ലാസ്റ്റ് സാരി ഇതാ വരുന്നു. നല്ലൊരു ബ്രിക്ക് റെഡിൻ്റെ ഒരു റസ്റ്റ് ഓറഞ്ച് എന്നൊക്കെ പറയാവുന്ന അതിൻ്റെ ഇടയിൽ വരുന്ന സുന്ദരി കളറിൽ ഇതാ ഇങ്ങനെ വരുന്നു. അതിൽ ഫുള്ള് നല്ല വർക്ക് കിട്ടും. ശരിക്കും നന്നായി ഡ്രൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോലെ ഇങ്ങനെ വാരിക്കോരി ഇടുന്നവരല്ല, നന്നായിട്ട് സെറ്റ് ചെയ്ത് ഡ്രൈപ്പ് ചെയ്ത് നല്ല ഭംഗി വരുന്ന സാരി. ഇങ്ങനെ വരുന്നു. അതിൻ്റെ പല്ലു ഇങ്ങനെ പല്ലു കണ്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും ഫേവററ്റ് കളർ എടുത്തോളൂ. ഇവിടെയെല്ലാം നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട്. ശരിക്കും നല്ലൊരു ഫംഗ്ഷന്, നല്ലൊരു പ്രീമിയം, നല്ല കോസ്റ്റ്ലി പ്യുവർ ടസറിൻ്റെ ലുക്ക് തരുന്ന സാരീസാണ് കേട്ടോ. അതാ ഇങ്ങനെ വരുന്നു. ഇതെല്ലാം ഒരു ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത്, നല്ലൊരു ഗോൾഡൻ ത്രെഡ് വർക്കിൽ. അതിൻ്റെ ബ്ലൗസ് പീസ് എല്ലാം റണ്ണിങ് ബ്ലൗസ് പീസ് തന്നെ വന്നിരിക്കുന്നത്. പക്ഷെ നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് നമുക്ക് ബ്ലൗസ് ഇതുണ്ട് ഇങ്ങനെ വരും വിത്ത് ബ്ലൗസ്. അഗീച്ച വീവിങ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. അതിൻ്റെ കളറ് ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെ. ബോഡി പോർഷനിൽ ഈ ഒരു വർക്ക് വരും. ഇങ്ങനെ വരും. 1710, 1710 രൂപ. എൻഡിൽ ടേസൽസോട് കൂടിയിട്ടുള്ള ഈ ഒരു ഭംഗിയുള്ള സാരി. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ സാരീസ്. അപ്പോൾ ഞാൻ ഒരുപാട് വെറൈറ്റീസ് ഇനിയും നമുക്ക് വരാനുണ്ട്. പ്യുവർ മൊഡാൾ സിൽക്കിൽ സാരീസ് ഇപ്പോൾ അധികം വൈകാതെ വരും കേട്ടോ. അതിൽ ആ എൻഡിൽ ആ ഒരു ഗോൾഡൻ ബോർഡറോട് കൂടിയ സാരി അത് വരാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് എത്തിക്കഴിഞ്ഞ ഉടനെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ സാരീസിൻ്റെയൊക്കെ വിശേഷങ്ങൾ. ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. ഇതുണ്ട് താഴേക്ക് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ താഴേക്ക് നമുക്ക് ആ ഒരു ഇത് വരും.
ആ ഡിസൈൻ നമ്മൾ ബോഡി പോർഷനിൽ കണ്ട ഡിസൈൻ അങ്ങനെ വരും, നല്ല ഭംഗിയുള്ള വിത്ത് ബ്ലൗസോട് കൂടി. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഒരുപാട് കളക്ഷൻസുമായിട്ട് ഇനിയും സാരീസും റണ്ണിങ് മെറ്റീരിയൽസും നമ്മൾ സൺഡേ സ്പെഷ്യലായിട്ട് റണ്ണിങ് മെറ്റീരിയൽസ് വരുന്നുണ്ട്. ആക്ച്വലി വേറൊരു 4 സാരീസും കൂടെ ഞാനിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി എടുത്തിരുന്നു. അത് എത്ര നോക്കിയിട്ടും ക്യാമറയിൽ നമുക്ക് ആ കറക്റ്റ് കളർ കിട്ടുന്നില്ല. അപ്പോൾ അതങ്ങനെ കാണിച്ചാൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ അതിലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരുന്നത് വീഡിയോ എടുക്കുമ്പോൾ വരുന്നത്, അതിൽ ഒരു ഡബിൾ വിവിങ് പോകുന്നുണ്ട് ത്രെഡ്. അപ്പോൾ അതൊരു പിങ്ക് പോലെ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ 4 സാരീസ് ഞാൻ സൺഡേ വീഡിയോയിൽ ജസ്റ്റ് അങ്ങനെ ടേബിളിൽ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കാണിക്കാം. അതല്ല നിവൃത്തിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കളർ ശരിയായി കിട്ടുമെന്ന്. അപ്പോൾ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെങ്കിലും എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇന്ന് കാണിക്കാതിരുന്നത്. അപ്പോൾ ഒരു 4 സാരീസ് അങ്ങനെ വെറൈറ്റി, ഒരു വേറെ ഡിസൈൻ, അത് കുറച്ചുകൂടി ഒരു 2-4 റേഞ്ചിൽ വരുന്നത്, ഒരു ടസറിൻ്റെ തന്നെ ലുക്ക് വരുന്ന സെമി ടസർ സാരീസ് അതിൽ വരുന്നുണ്ട്. അവർ പ്യുവറിനല്ല, പ്യുവർ ആകുമ്പോൾ നമുക്കൊരു 5+ വരിക. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് വ്യത്യസ്തമായ സാരീസും റണ്ണിങ് മെറ്റീരിയൽസും ഒക്കെ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.